നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നവരാണ്. നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഗൂഗിളിൽ സേവായി കിടക്കുന്നും ഉണ്ട്. നമുക്കത് സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്കത് വേണ്ട എങ്കിൽ സെർച്ച് ഹിസ്റ്ററിയിൽ പോയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറാണ് പതിവ്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും സേവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട്. ഇത് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഗൂഗിളിൽ സേവ് ആകുകയില്ല. ഈ സെറ്റിംഗ്സ് എവിടെയാണുള്ളത്, എങ്ങനെ ഇത് ഓഫ് ചെയ്തിടാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏറ്റവും മുകളിൽ കാണാം. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററി സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ടൈം ലൈൻ, യൂട്യൂബ് ഹിസ്റ്ററി, അങ്ങനെ 3 എണ്ണം കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് മൈ ആക്ടിവിറ്റി എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും നിങ്ങൾ സെർച്ച് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും എല്ലാ സെർച്ച് ഹിസ്റ്ററിയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇതുപോലെ സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നിന്ന് പോകില്ല കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ ഇത് ഹിസ്റ്ററി ക്ലിയർ ചെയ്യണം. ഇപ്പം നമ്മുടെ ആവശ്യം ഇനി ഒരിക്കലും ഇത് സേവ് ചെയ്യരുത് എന്നാണല്ലോ. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കുറച്ച് താഴെ ആക്ടിവിറ്റി കൺട്രോൾസ് എന്ന ഭാഗത്ത് കുറച്ച് താഴേക്ക് വരാം. ഇവിടെ ടേൺ ഓഫ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തന്നെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇത് ഗൂഗിളിൽ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൺ ചെയ്ത് വെച്ചത് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ, അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് വീണ്ടും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗത്തിനാണ് ഇത് ഓൺ ചെയ്യുന്നത്. നമുക്കത് സേവ് ചെയ്യേണ്ടെങ്കിൽ ടേൺ ഓഫ് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ഇവിടെ ടേൺ ഓഫ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഈസ് ഓഫ് എന്ന ഭാഗത്ത് ഈ സെർച്ച് ഹിസ്റ്ററി ഒന്നും ഇനി നിങ്ങൾക്ക് സേവ് ആകുകയില്ല. ഗൂഗിൾ സെർച്ച്, അതുപോലെ തന്നെ മാപ്പ്, അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇനി സേവ് ആകുകയില്ല. എല്ലാം വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗോ ഇറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, യുവർ ആക്ടിവിറ്റി ഹാസിൻറ്റ് ബീൻ ഡിലേറ്റഡ് എന്ന ഭാഗം ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഡിലേറ്റ് ചെയ്യണമെങ്കിൽ ഡിലേറ്റ് ആക്ടിവിറ്റി എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത് ഡിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോ ഇറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ഗോ ഇറ്റാണ് കൊടുത്തത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന ഭാഗം ഓഫിലാണ് ഉള്ളത്. ഇനി നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലോ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ഹിസ്റ്ററിയിൽ സേവ് ആകുകയില്ല. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് ഹിസ്റ്ററി ഇതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യാം. യൂട്യൂബിൽ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അവിടെ സേവ് ആകുകയില്ല. അതും നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാനും സാധിക്കും. ഓക്കെ, നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കുക. കാരണം നിങ്ങൾക്ക് സെർച്ച് ഹിസ്റ്ററി സേവ് ആകണ്ട എങ്കിൽ ഈ രൂപത്തിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.